അതികായി അഖിൽപൂരിലെ വളരെ വലിയ ഫയൽവാനായിരുന്നു. അഖിൽപൂരിലെ എല്ലാ ഗ്രാമവാസികളെയും അതികായി തന്റെ ആരാധകരായി മാറ്റിയിരുന്നു. പല പല ഗ്രാമങ്ങളിൽ നിന്ന് ജയിച്ചതിനു ശേഷം ഇന്നവൻ രത്നപൂർ ഗ്രാമത്തിലെ ഗ്രാമതലവനുമായി സംസാരിക്കുകയായിരുന്നു. പറയൂ, ആരാണ് ഇവിടെ വലിയ ബയൽവാൻ? ആരാണ് എന്റെ കൂടെ ഗുസ്തി നൽകാൻ പോകുന്നത്? പിന്നെ എന്റെ അടുത്ത് തോറ്റിട്ട് ആരാ പേടിച്ചോടുന്നത്? ചേടാ, നിങ്ങൾ വന്ന ഉടനെ ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാ ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഗ്രാമത്തിൽ നിൽക്കുന്ന ബയൽവാനെ നിങ്ങളുടെ കൂടെ ഗുസ്തി ഇടാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഒന്നെങ്കിൽ അവൻ എന്റെ കൂടെ ഗുസ്തി ഇടണം, ഇല്ലെങ്കിൽ ഗുസ്തി ഇടാനുള്ള താല്പര്യം ഇല്ലെങ്കിലേ നിങ്ങളുടെ തോൽവി നിങ്ങൾ സമ്മതിച്ചോളണം. പിന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ മൈതാനത്തിലും നിങ്ങൾ എന്റെ പേര് വെൽക്കണം. ഇത് നോക്കൂ, ഞങ്ങൾക്ക് ഗുസ്തി വേണ്ട. പിന്നെ ഞങ്ങൾക്ക് ഏത് മൈതാനത്തിൽ നിങ്ങളുടെ പേര് വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോവാം. എന്റെ ഇരുമ്പ് കൈ കൊണ്ട് നിങ്ങളെ എല്ലാവരും ഒറ്റയടിക്ക് തീർക്കും. ഞാൻ ആര് പറയുന്നതും കേൾക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണമെങ്കിലേ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ ബലത്തോണ്ട് എനിക്ക് ചെയ്ത് കാണിച്ചു തരൂ. അങ്ങനെയാണോ? ഇപ്പോ അതിനു വേണ്ടിയുള്ള നേരം ഞങ്ങൾക്ക് തരൂ ബൽവാൻ. ഞാൻ നിങ്ങൾക്ക് നാളെ വരെ സമയം തന്നേക്കാം. നാളെ ഉള്ളിൽ എനിക്ക് ബദൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ രാജ്യത്തുള്ള രാജാവിനടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രാമം മൊത്തം ഞാൻ നശിപ്പിക്കും. പിന്നെ ഈ ഇരുമ്പ് പോലുള്ള കൈ കൊണ്ട് നിങ്ങൾ മൊത്തം ഞാൻ നശിപ്പിക്കും. ശരി ബൽവാനെ. ഫയൽവാൻ അവിടെ നിന്നും പോയി. എന്റെ ദൈവമേ, ഈ അഹങ്കാരം പിടിച്ചവനെ എന്തിനാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നതെന്ന് അറിയില്ലല്ലോ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെയായി. എന്താ തലവരെ, നിങ്ങളുടെ ബയൽവാനൊക്കെ എവിടെ പോയി? ഇപ്പൊ തന്നെ അവനെ ഞാൻ നശിപ്പിച്ചാളയും. അത് എന്നെ കൊണ്ട് ധൈര്യമായിട്ട് പറയാനും പറ്റും. എന്നെ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. അതിക്കായി ബയൽവാനോട് ശണ്ടയിടണം പറയുമ്പോൾ എല്ലാരും പേടിച്ചു പോകുന്നുണ്ട്. എല്ലാരും ഓടിപ്പോകുന്നുണ്ട്. പിന്നെ ആരും ഇങ്ങോട്ട് വരുന്നുമില്ല. പിന്നെ അവരെല്ലാരും മൈതാനത്തിൽ നിങ്ങളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. എനിക്കറിയാം, ഈ ലോകത്തിലെ ആരും എന്നെ തോൽപ്പിക്കാൻ ആരും ജനിച്ചിട്ടുമില്ല. അതെ, നിങ്ങൾ വീരൻ തന്നെയാണ് ബൽവാനെ. ശരി, ഇപ്പൊ ഞാൻ അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫയൽവാൻ അവിടെ നിന്നും യാത്രയായി. പോ. ഒരു ദിവസം എന്തായാലും ഞങ്ങളുടെ മന്ത്രിന്റെ അടുത്ത് നീ കൊടുങ്ങില്ലേ, അപ്പൊ നിനക്കറിയാം. അഖിൽപൂർ രാജ്യത്തിന്റെ അയൽ രാജ്യം അഖണ്ഡപൂർ ആയിരുന്നു. മാത്രമല്ല, ഫയൽവാൻ അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗ്രാമം അഖണ്ഡപൂരിലേതായിരുന്നു. ആ ഗ്രാമത്തിലായിരുന്നു അവിടുത്തെ മന്ത്രി നീലകണ്ഠൻ ജീവിച്ചിരുന്നത്. അയാൾ വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ മുന്നിൽ മറ്റൊരു സാമർഥ്യവും ജയിച്ചിരുന്നില്ല. ഇന്ന് മഹാരാജാവ് രാജന്റെ രാജകൊട്ടാരത്തിൽ ഒരു ദൂതൻ കയ്യിലൊരു ദൂതുമായി എത്തിച്ചേർന്നു. രാജസഭയിൽ നീലകണ്ഠനും സന്നിഹിതനായിരുന്നു. അദ്ദേഹം എല്ലാം കേട്ടുകൊണ്ട് നിന്നു. പറയൂ രാജദൂത, എന്ത് വാർത്തയാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? മഹാരാജാവേ, എന്റെ പേര് കമൽനാഥാണ്. ഞാൻ അഖിൽപൂർ രാജ്യത്തിൽ നിന്ന് വരികയാണ്. ഞാൻ എന്റെ രാജ്യത്തിന്റെ വളരെ ശക്തിയുള്ള ബയൽവാൻ അതിക ബയൽവാനിന് വേണ്ടി ഒരു മത്സരത്തിന് അழைപ്പ് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അழைപ്പ് എന്തിനു വേണ്ടി എന്ന് പറയാമോ? ഇത് ഈ രാജ്യത്തിന് വേണ്ടി, എല്ലാവരുള്ള ബയൽവാന് വേണ്ടിയാണ്. ബയൽവാൻ അതികാളിന്റെ ഈ വാക്കുകൾ വായിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. ഞാൻ അതികായ് എന്റെ രാജ്യത്തിലുള്ള എല്ലാ മൈതാനങ്ങളിലും ജയിച്ചിട്ട് അടുത്ത രാജ്യങ്ങളിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എന്റെ ബലം കൊണ്ട് ഞാൻ എല്ലാ മൈതാനങ്ങളും ജയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും എന്റെ പേരും വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അടുത്ത രാജ്യങ്ങൾ പോയിട്ട് അവിടെയുള്ള ബയൽമാരെ തോൽപ്പിക്കുന്നതാണ് എന്റെ ലക്ഷ്യം. നിങ്ങളുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ ബയൽവാൻ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവന്നേക്ക്. ഇത്രയും അഹങ്കാരത്തോടെ പറയുന്ന നിന്റെ ബയൽവാൻ എന്താണ് പറയാൻ വരുന്നത് നീ പറയൂ. അവരെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ മഹാരാജാവേ. പറയൂ നീലകണ്ഠൻ. വളരെ തെളിവായിട്ട് അവൻ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു പക്ഷെ ഇവിടുത്തെ രാജ്യത്തുള്ള ബയൽമാരെ അവൻ തോൽക്കടിച്ചാൽ അവന്റെ രാജ്യത്തിന്റെ പേര് വല്ലാതെ പ്രശസ്തിയാവും. പിന്നെ നമ്മുടെ രാജ്യം അവമാനപ്പെടും. എന്ത്? അതായത് ഒരു ചെറിയ ഈ കളി കൊണ്ട് തോറ്റുകൊണ്ടാൽ ഒരു രാജ്യം തന്നെ മോശപ്പെടുമെന്നാണോ? പിന്നെ ഈ അഖിൽപൂർ രാജാവിന്റെ ഇതുപോലുള്ള അനുവാദം എങ്ങനെ തരാൻ പറ്റിയിട്ടുണ്ട്? പക്ഷെ ഈ അழைപ്പ് വന്നതുകൊണ്ട് നിങ്ങളെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമല്ലോ മഹാരാജാവേ. ആരുടെ അழைപ്പും ഏൽക്കുന്നതോ ഇല്ല ഏൽക്കാത്തതോ അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് മഹാരാജാവേ. നീ പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് മഹാരാജാവേ. നിങ്ങൾ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥിതിയിൽ ഞങ്ങളുടെ മഹാരാജാവ് ഒരു വാക്യം പഠിച്ച് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞിരുന്നു. ഞാനത് പഠിച്ചോട്ടെ. പഠിക്കൂ. അഖിൽപൂരിലുള്ള വലിയ ബയൽവാൻ ഈ മൊത്ത ലോകത്തിൽ വേറെ എവിടെയും ഉണ്ടാവില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിൻവലിക്കുകയാണ് നോക്കുന്നത്. പക്ഷേ അഖണ്ഡപുരന്റെ രാജാവ് വീരനാണ്.
അവർ ഈ അലപ്പ് തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണോ? ഇപ്പൊ നീ വായിച്ചത് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൊണ്ട് രാജ്യത്തിലുള്ള വലിയ മൈതാനത്തിൽ നിന്റെ ബയൽവാനെ നീ കൂട്ടിക്കൊണ്ടുവന്നേക്ക്. അങ്ങനെ തന്നെ ചെയ്യാം മഹാരാജാവേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൂതൻ അവിടെ നിന്നും പോയി. ദൂതൻ പോയതും മഹാരാജാവ് മന്ത്രി നീലകണ്ഠനോട് പറഞ്ഞു, നീലകണ്ഠൻ, രാജ്യത്തിലുള്ള എല്ലാ ബയൽവാർക്കും ഈ ചെയ്തി നിങ്ങൾ പറഞ്ഞോളൂ. അടുത്ത ഒരാഴ്ച കൊണ്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ മൈതാനത്തിലേക്ക് വരാൻ പറയൂ. പിന്നെ ബയൽവാൻ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നാളെ തന്നെ അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ ചെയ്യാം മഹാരാജാവേ. നീലകണ്ഠന് ആ ദൂതിലുണ്ടായ ചതി മനസ്സിലായി. രാജാവ് പറഞ്ഞതനുസരിച്ച് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ഫയൽവാനെ വിളിച്ചു വരുത്തി. ഇന്ന് നീലകണ്ഠന്റെ വീട്ടിലേക്ക് 2 പേർ വന്നു. ഒന്ന് ഫയൽവാൻ രഘു ആയിരുന്നു. പക്ഷെ ഈ രണ്ടാമത്തെ വ്യക്തി ആരായിരുന്നു? വരൂ, നിങ്ങൾ 2 പേരും ഞാൻ വരവേൽക്കാണ്. നിങ്ങൾ എന്നോട് മാത്രമല്ലേ വരാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളാരാണ്? ഇല്ല, ഇദ്ദേഹം വേറൊരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇവരെ പറ്റി ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം മന്ത്രി. ശരി, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് വരാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും ബയൽവാൻ. അതായത് നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു ബയൽവാൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നഗരത്തിൽ വലിയ ബയൽവാൻ നീ തന്നെയാണ്. ശരി, പോയിക്കോ, പോയി ഏർപ്പാട് ചെയ്യൂ. രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തുള്ള മൈതാനത്തിൽ തന്നെ ഒരു ഗുസ്തി മത്സരം നടക്കാൻ പോവുകയാണ്. അങ്ങനെ തന്നെ ചെയ്യാം മന്ത്രി. രഘു അവിടെ നിന്നും ഇറങ്ങി നടന്നു. പിന്നെ നീലകണ്ഠൻ രണ്ടാമത്തെ വ്യക്തിയോടായി പറഞ്ഞു, ഗുപ്തചർ, ഞാൻ നിന്നെ ഒരു മുഖ്യമായ ജോലിക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിന്റെ അടുത്ത് വെറും ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത്. ഞാൻ എന്താണ് ചെയ്യേണ്ടെന്ന് പറയൂ മന്ത്രി. ഞാൻ നിന്റെ അടുത്ത് ഇത് തന്നെയാണ് വിചാരിച്ചത്. നീലകണ്ഠന്റെ മനസ്സിൽ മറ്റൊരു യുക്തിയായിരുന്നു നടന്നത്. ഗുപ്തചരനാണെങ്കിലോ ആ യുക്തിയുടെ മറ്റൊരു ഭാഗമായിരുന്നു. നീലകണ്ഠൻ തന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എല്ലാം ഗുപ്തചരണിനെ മനസ്സിലാക്കിച്ചു. എന്നിട്ട് ഗുപ്തചരൺ അവിടെ നിന്നും പോയി. ഇപ്പൊ നമ്മൾ പാമ്പിന്റെ മാളത്തിൽ കൈയിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉള്ളിൽ നിന്ന് പാമ്പ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ എലി വരുന്നുണ്ടോന്ന്. നീലകണ്ഠൻ നേരെ മഹാരാജാവിന്റെ സമീപത്തേക്ക് ചെന്നു. മഹാരാജാവ് വിജയിക്കട്ടെ. നീ എന്ത് ഏർപ്പാടാണ് നടത്തിയിരിക്കുന്നത് നീലകണ്ഠൻ? ഞാൻ നമ്മുടെ രാജ്യത്തിലുള്ള ഏറ്റവും വലിയ ബയൽവാനെ മത്സരത്തിന് വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൊണ്ട് മൈതാനത്തിൽ മത്സരം ഉണ്ടാവുമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം നീലകണ്ഠൻ. നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാവരും ഏർപ്പാട് ചെയ്യുന്നവരെ നീ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. അതെ മഹാരാജാവേ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷമയോടെ നിൽക്കൂ. വിജയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. ഒരാഴ്ച കടന്നുപോയി. രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും ഗോദയിൽ ഫയൽവാന്റെ മത്സരം കാണാനെത്തി. അതികായും രഘുവും പരസ്പരം നോക്കി സമീപത്ത് തന്നെ നിന്നു. അങ്ങനെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. നീൽകണ്ഠ്, നമ്മളുടെ ബയൽവാനെ ആ രഘു തുടക്കത്തിൽ തന്നെ തോൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ശരി, നീ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത്? നീലകണ്ഠന്റെ മറുപടി ഒരു മന്ദഹാസത്തിൽ ഒതുങ്ങി നിന്നു. എന്നിട്ട് അദ്ദേഹം ഗോദയിലേക്ക് നോക്കി. ഗോദയിലാണെങ്കിലോ അതികായി രഘുവിനെ വീഴ്ത്തി. എന്നിട്ട് രഘുവിന്റെ മേലെ കയറിയിരുന്നു. രഘു തന്റെ പരാജയം സമ്മതിച്ചു. മഹാരാജാവിന്റെ കണ്ണുകളിൽ വിചിത്രമായ ഒരു ഭാവം വന്നു. ഇത് എന്ത് കളിയാണ്? നമ്മൾ തീർച്ചയായിട്ടും ജയിക്കുമല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത്? ഇപ്പൊ ഇത് എന്റെ നേരമാണ് മഹാരാജാവേ. ഇപ്പൊ അതികായി വല്ലാതെ തളർന്നു നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ മൈതാനത്തിൽ പോവുകയാണ്. നീ നിന്നെ തന്നെ വേദനിപ്പിക്കുന്നതല്ലാതെ വേറെ നിനക്ക് ഒരു കാര്യം കിട്ടിയിട്ടില്ലേ? നീ ഇപ്പോ ബയൽവാനടുത്ത് ചണ്ടയിടാൻ പോവുകയാണോ? നിങ്ങൾ കണ്ടോണ്ടിരുന്നു മഹാരാജാവേ. ശരി, ഇവിടെ വേറെ ആരെങ്കിലും ഒന്നില്ലേ? എന്നെ തോൽപ്പിക്കാൻ വേറൊരു ആൺമകൻ ഇവിടെ ഇല്ലേ? വരൂ, വന്ന് എന്നെ തോൽപ്പിക്കൂ. നീലകണ്ഠൻ ഗോദയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പഴയ ബയൽവാനാണ്. കുറച്ച് ഗുസ്തിയൊക്കെ എന്റെ അടുത്ത് ഒന്ന് ചെയ്ത് കാണിക്കേ. ഇത് നമുക്ക് ചെയ്യാലോ. എന്താ, ഈ രാജ്യത്തിൽ ഇത്ര പേരേ ഉള്ളൂ എന്റെ കൂടെ ഗുസ്തി ഇടാൻ? ഒരു പ്രശ്നമല്ല, ഇപ്പൊ തന്നെ എല്ലാരും നശിപ്പിച്ചേക്കാം. ഇത് ഈ ഇരുമ്പ് പോലുള്ള കൈയിന്റെ മേലെ സത്യമാണ്. ആ സമയം നീലകണ്ഠൻ ഫയൽവാനോട് എന്തോ ഒന്ന് പറഞ്ഞു. അത് കേട്ട ഫയൽവാൻ വല്ലാതെ ഞെട്ടിപ്പോയി. രണ്ടുപേരും പരസ്പരം വല്ലാതെ അടുത്തു വന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മത്സരം ആരംഭിച്ചു. ഇപ്പൊ ഇത് താങ്ങാൻ പറ്റുന്നുണ്ടോ നോക്കു ബൽവാൻ. എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. നീലകണ്ഠൻ തന്റെ ശക്തി കൊണ്ട് ഫയൽവാനെ വീഴ്ത്തി. ഫയൽവാന് ഒട്ടും അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ തോൽവിയെ സമ്മതിച്ചോളാം. അതിക ബയൽവാനെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി ബയൽവാൻ എപ്പോഴും ഇനി ഗുസ്തി ഇടാൻ പോകുന്നേ ഇല്ല. എന്താ അതികായ്?
ആ ഞാൻ ഇപ്പൊ തന്നെ വേഗം ഇവിടുന്ന് പോയേക്കാം. ദയവായിട്ട് എന്നോട് ക്ഷമിക്കൂ. ശരി, പൊയ്ക്കോ. എല്ലാവരും ആ സംഭവം ആഘോഷിച്ചു. മഹാരാജാവിനാണെങ്കിലോ യാതൊന്നും മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹവും വളരെ സന്തോഷവാനായിരുന്നു. അങ്ങനെ സന്ധ്യയായി. രാജാവിന്റെ മുറിയിൽ നീലകണ്ഠനും ഗുപ്തചരണും എത്തിച്ചേർന്നു. എങ്ങനെ? എന്ത്? ഷടാ, നീ ഈ കാര്യം എങ്ങനെ ചെയ്തത് എന്റെ അടുത്ത് പറയൂ. അതായത് മഹാരാജാവേ, എന്റെ ഈ ആള് വന്നിട്ട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അയച്ചിരുന്നു. അങ്ങനെ നീ പോയത് നിനക്ക് എന്താ അറിഞ്ഞ ഗുപ്തച്ചായ്? അതേ മന്ത്രി, ആദ്യം നിങ്ങൾ ആ ബയൽവാനിന്റെ പുറകിലേക്ക് പോകാൻ നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ ഈ രാജദൂതനും ആ ബയൽവാനും നമ്മുടെ രഘുവിനെ കണ്ടിട്ട് കൈക്കൂലി കൊടുത്തത് ഞാൻ കണ്ടിരുന്നു. എന്ത്? ആ രഘു കൈക്കൂലി വാങ്ങിയിരുന്നോ? അതേ മഹാരാജാവേ, ഞാൻ ഈ കാര്യം കണ്ടതിന് ശേഷമാണ് ഞാൻ ആ അഖിൽപൂർ രാജ്യത്തിലും പോയിരുന്നു. അവിടെ പോയതിനു ശേഷമാണ് അറിഞ്ഞിരിക്കുന്നത് ഇവൻ രാജാവിന്റെ പേരും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എല്ലാരെയും. പിന്നെ ആരും ഇവന്റെ കൂടെ അടികൂടാൻ ആരും വന്നിട്ടും ഇല്ലെന്ന്. അതൊക്കെ ശരി, പക്ഷെ നീ എങ്ങനെയാണ് അവനെ ജയിച്ചത്? അവൻ നിങ്ങൾക്ക് നമസ്കാരം വെക്കുമ്പോൾ ഞാൻ അവനോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ നോക്ക്, എനിക്ക് നിന്നെപ്പറ്റി എല്ലാ കാര്യം അറിയാം. നിന്നെ നാണം കെടുത്താൻ പാടില്ലെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഇവിടുന്ന് തോറ്റിട്ട് പോയിക്കോന്ന് പറഞ്ഞു. ഇല്ലേ രാജാവിനടുത്ത് പറഞ്ഞ് നിന്നെ തടവ് വെക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ മന്ത്രി ആ രാജാവിനടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കത്ത് എൻ്റെ അടുത്ത് കയ്യിൽ തന്നിരുന്നു. അത് എടുത്തിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ആ ബയൽവാനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ കാര്യം പറ്റി ആർക്കും അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവൻ ആ മഹാരാജാവിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഈ പേരൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ജനങ്ങളൊക്കെ അവനെ പേടിച്ചിട്ടാണ് ഇവനെ ജയിച്ചു വെച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോ ഈ കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം അവൻ പേടിച്ചുകൊണ്ട് തോൽവിയും സമ്മതിച്ചു അല്ലേ? അതെ മഹാരാജാവേ. അപ്പോ നീ പെട്ടെന്ന് ഒരു ബയൽവനായിട്ട് മാറിയല്ലേ? ഇങ്ങനെ നീലകണ്ഠൻ തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് തന്റെ ദുഷ്ടനായ അഹങ്കാരിയായ ഫയൽവാനെ പരാജയപ്പെടുത്തി. എന്നിട്ട് തന്റെ രാജ്യത്തിന്റെ മാനം രക്ഷിച്ചു. നീലകണ്ഠൻ തന്റെ ശത്രുവിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് തന്റെ ബുദ്ധി കൊണ്ട് അയാളെ പരാജയപ്പെടുത്തി.